ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിരിഞ്ഞ പാൽ എങ്ങനെ നന്നാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് ഇന്നലെ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച പാലാണ്. അപ്പോൾ ഈ ഒരു പാല് വാങ്ങിച്ചാൽ പുറത്ത് വെച്ചാൽ പിരിയില്ല എന്ന് കേട്ടു, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അവരും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് മോർണിംഗ് എണീറ്റൊക്കെ അപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നല്ല വിഷമമായി, വെറുതെ കാശ് കളഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാല് ഗുഡ് ലൈഫിനാണ്. നിങ്ങൾക്ക് ഏത് പാല് പിരിഞ്ഞാലും ഇങ്ങനെ നന്നാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഇപ്പം ഞാൻ ഇതിൽ ഉണ്ടാക്കുന്നത് പനീറാണ്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുമ്പോൾ തന്നെ അത് വെവ്വേറെയായി കിട്ടും. അതിൻ്റെ വെള്ള വേറെയും പിന്നെ പനീറിൻ്റെ ആ ഒരു ഇതും കിട്ടും നമുക്ക്. എന്നിട്ട് ഒരു നല്ല കോട്ടൺ തുണിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ താഴേക്ക് ഇറങ്ങണം. അതിൽ ഒരു തുള്ളി വെള്ളം കൂടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് ഞാനൊരു വീഡിയോ കണ്ട് ചെയ്തതാണ്. എനിക്ക് ഇങ്ങനെ വെറുതെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വേസ്റ്റ് എല്ലാം തോന്നിയിട്ട് ചെയ്തതാണ്. എൻ്റെ വീട്ടിലുണ്ടാകുമ്പോൾ കുറേ പാല് പിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ അപ്പോൾ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്കെന്തോ അങ്ങനെ വീഡിയോ നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാ നോക്കാൻ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലോണം പിഴിഞ്ഞപ്പോൾ അതിങ്ങനായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇതെല്ലാം പോയിട്ട് നെയ്യ് പോലത്തെ സാധനം കിട്ടുന്നുണ്ട്. എന്നിട്ട് ആ കോട്ടൺ തുണിയിൽ തന്നെ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് എന്തെങ്കിലും വെക്കുക, ഒരു ഡബ്ബ എന്തായിട്ട്. ഇത് ഞാനൊരു വെള്ളത്തിൻ്റെ കുപ്പിയാണ് വെക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ വെള്ളത്തിൻ്റെ അടിയിലൊരു ഷേപ്പ് ഉള്ളത് ഞാൻ കണ്ടില്ല. സോ അതുകൊണ്ട് ആ വെള്ളത്തിൻ്റെ കുപ്പിൻ്റെ അടിഭാഗത്തുള്ള ഷേപ്പാണ് എനിക്കിത് തുറന്ന് നോക്കിയപ്പോൾ കിട്ടിയത്. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ആ റൗണ്ട് അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1 hour അങ്ങനെ വെച്ചതിന് ശേഷം മാത്രം എടുക്കാം. അപ്പം നല്ല കട്ടിയായിട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾ പിന്നെ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ വെള്ളം കളയില്ല. അന്നേരം കുറച്ചും കൂടി നമ്മളുടെ പച്ചവെള്ളം ഇട്ട് ഒന്ന് കഴുകുക, കാരണം അതിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്തപ്പോൾ നല്ല നല്ല പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ആൾക്ക് കഴിക്കാനുള്ള ഇത് ഒരു പാക്കറ്റ് പാലിൽ നിന്ന് കിട്ടും. എന്നിട്ട് ഞാനൊരു ഡിഷ് ഉണ്ടാക്കി, അതിൽ തന്നെ പനീർ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം നമുക്ക് ചിക്കനൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ആൾക്കൊരു ഐഡിയ ഇല്ല ഇത് പാല് ഇങ്ങനെ ആയിട്ട് ചെയ്തതാണെന്ന്. എനിക്ക് ഞാൻ കറിയൊക്കെ നോക്കാം. താത്തോക്ക് കാണാൻ മതിയാണ്. ടേസ്റ്റ് ആക്കി നോക്കണം. ടേസ്റ്റിന്റെ മതിയുണ്ട്. കൈപ്പോണി എൻ്റെ കൊത്ത് അറിയുന്ന പാലെന്ന് മജയില്ലേ വേസ്റ്റ് ആവുന്ന പാല് എക്സ്പ്രഷൻ കാണിക്ക കൊറേ തിന്നുണ്ട്, പിന്നെ തിന്നു മജണ്ടാ അങ്ങ് ബൈക്ക്. അപ്പോൾ കണ്ടില്ലേ, ഇത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ആൾക്ക് നല്ല വിശപ്പും കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ ഇനി എന്തായാലും പാല് പിരിഞ്ഞാൽ എനിക്ക് വിഷമൊന്നും ആവില്ല, ആർക്കും വിഷമാവില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ ഞാൻ വെജിറ്റബിൾ ആയിട്ട് ബ്രിഞ്ചലും പിന്നെ പാലക്കിൻ്റെ ഇല ഉണ്ടല്ലോ അതും കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.